അല്ല, അവർ ബോധ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ വിഷയമാണ്. അവരെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങളല്ലല്ലോ ഇത് അവതരിപ്പിച്ച ആൾക്കാർ. SFI അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു, അവരുടെ അഭിപ്രായം പറഞ്ഞു. അതായത് നിയമസഭയിൽ ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും. ഞങ്ങളെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അതോടൊപ്പം തന്നെ SFI കേരള സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ ഭാഗമായി ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ ഭാഗമായി ആ ബില്ലിനെ സൂക്ഷ്മാർത്ഥത്തിൽ പഠിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സർക്കാരിനെ അറിയിക്കും. അതിൽ എന്തൊക്കെയാണ് കൂടുതലായി ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, എന്താണ് അതിൽ മേലെ അഭിപ്രായം പറയുക. കരടുപ്പം വന്ന് ഇത് ഇന്നലെ പാസ്സായിട്ടുണ്ട്, ഇന്നലെയാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉപസമിതിയെ തുടർന്നുള്ള ഞങ്ങളുടെ ഇടപെടൽ തുടരും. കൂടുതലായി അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ളതാണ്. സാമൂഹ്യ നിയന്ത്രണം, സാമൂഹ്യ നീതി ഇതൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന നിലപാട് തന്നെയാണ്. അതിലൊന്നും വേറെ വ്യത്യാസമില്ല. അംഗീകരിക്കുന്നതാണ് പ്രതിപക്ഷം പറഞ്ഞത്. പക്ഷേ ഏത് കോർപ്പറേറ്റുകൾക്ക് ഇവിടെ വന്ന് സ്വകാര്യ സഭ തുടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അതിലൊരു കാര്യം പ്രതിപക്ഷം ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൂർണ്ണമായും വിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കി മാറ്റിയതാണ്. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവർ ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അനിയന്ത്രിതമായി അനുവദിച്ചതാണ് ആന്റണിയുടെ കാലത്ത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ചെറുതല്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാമൂഹ്യ നീതിയും മറ്റതൊക്കെ പുറകോട്ട് അതിൽ വലിയ സമരം നടത്തിയാണ് നമുക്കതിൽ ഇടപെടാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട്. എന്നാൽ നേരെ മറിച്ച് കോർപ്പറേറ്റുകൾ ഇവിടെ വരില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ, അമൃത വിശ്വവിദ്യാപീഠം കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ, എന്താണ് ഇവിടെ നമ്മുടെ ഒരു പൊതു സമൂഹത്തിന് അതിൻ്റെ അകത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സാമൂഹ്യ നിയന്ത്രണമുണ്ടോ? അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് അറിയോ, പുറത്ത് അറിയോ? എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഇനി നാളെ കേരളത്തിൽ വരുമ്പോൾ അത് കൃത്യമായി സാമൂഹിക നിയന്ത്രണത്തോടു കൂടി നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതിലെ ന്യൂനതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ കോർപ്പറേറ്റുകളെ വരില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ നയം എപ്പോൾ തുടങ്ങിയാണെന്ന് വ്യക്തമാക്കിയാൽ രാജ്യത്ത് എത്ര സ്വകാര്യ സർവകലാശാലകളുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വകാര്യ സർവകലാശാലകൾ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിച്ച ആളുകളാണ്. അത്തരമൊരു നയമല്ല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സാമൂഹ്യ നിയന്ത്രണവും ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഉറപ്പാക്കണമെന്ന നിലപാട് തന്നെയാണ് SFIക്കുള്ളത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്തപ്പാണ്. ഇത് പറയുമ്പോഴും LDFിനോടൊപ്പം നിൽക്കുന്ന AISF പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വരെ സംഘടിപ്പിക്കേണ്ടി വന്നു ഇതിനെതിരെ. ASFന് അവരുടേതായ സംഘടനാപരമായ നിലപാടുണ്ടാവും. അവർക്കത് ഞങ്ങൾ എടുക്കുന്ന നിലപാടും അവരെടുക്കുന്ന നിലപാടും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യധാര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടി വിശദീകരിക്കുന്നു, അവരുടെ രാഷ്ട്രീയ പരിപാടി വിശദീകരിക്കുന്നു. അത് രണ്ടും രണ്ടാണ്. അതിന് ആ നിലയിൽ തന്നെ കാണുന്നു. അവർക്ക് അവരുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിൽ അഭിപ്രായം പറയാനും അവകാശമുണ്ട്. അത് ആ നിലയിൽ കാണുന്നില്ല. അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, അവർ ബോധ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ വിഷയമാണ്. അവരെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങളല്ലല്ലോ ഇത് അവതരിപ്പിച്ച ആൾക്കാർ. SFI അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു, അവരുടെ അഭിപ്രായം പറഞ്ഞു. അതായത്